ഹായ് സ്റ്റുഡൻസ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ഇയറിലെ പ്രോസ് എന്ന പേപ്പറിലെ 5-ാം ചാപ്റ്റർ ഓൺ പേരൻസ് ആൻഡ് ചിൽഡ്രൻ എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതിൽ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. മാൻ ഈസ് ടേണിംഗ് ഇൻ ടു മെഷീൻസ് ഇൻ ദ കമ്പ്യൂട്ടർ ഇയർ. വി ഹാവ് നോ ടൈം ടു റിമെമ്പർ ഈവൻ അവർ ഡ്യൂട്ടീസ്. നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ നമ്മൾ മനുഷ്യരെല്ലാവരും യന്ത്രങ്ങൾ പോലെ ആയിത്തീരുകയാണ് എന്നാണ് പറയുന്നത്. വി ഹാവ് നോ ടൈം ടു റിമെമ്പർ ഈവൻ അവർ ഡ്യൂട്ടീസ്. നമ്മുടെ കടമകൾ പോലും നമുക്ക് ഓർക്കാൻ സമയമില്ല. ദിസ് എസ് ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് അവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അറ്റ് ഹോം. വീട്ടിലായാലും നമുക്ക് ചില കടമകളും അതുപോലെ തന്നെ ചില റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളുണ്ട്. ടു ഫാമിലി, അത് വീടിനോട് മാത്രമല്ല ഫാമിലിനോടുണ്ട്, അതുപോലെ സൊസൈറ്റീനോടുണ്ട്, ഇൻ വിച്ച് വി ലൈവ്, ആൻഡ് ടു ദ കൺട്രി ടു വിച്ച് വി ബിലോങ്. അതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം രാജ്യത്തോട് നമുക്കുണ്ട്. ഇൻ ദ റീലം ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ഇൻ ദ സ്പിരിച്വൽ സ്ഫിയർ. അതുപോലെ ആർട്ട് ലിറ്ററേച്ചറിൻ്റെ കാലഘട്ടത്തിൽ സ്പിരിച്വാലിറ്റിക്കും നമുക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓതർ എന്ന് പറയുന്നത് ഏണസ്റ്റ് ബാർക്കറാണ്. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ വിവരണം ഇവിടെ തരുന്നുണ്ട്. സർ ഏണസ്റ്റ് ബാർക്കർ വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് മാഞ്ചസ്റ്റർ ഗ്രാമർ സ്കൂൾ ആൻഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഇപ്പോൾ മാഞ്ചസ്റ്റർ ഗ്രാമർ സ്കൂളും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹം പഠിച്ചത്. വേർ ഹി ഹാഡ് എ ബ്രില്യൻറ്റ് കരിയർ. അവിടെ അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഹീ ഈസ് ദ ഓതർ ഓഫ് സെവറൽ ബുക്സ് ഓൺ പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഓഫ് ആൻ ഓട്ടോബയോഗ്രഫി, ഏജ് ആൻഡ് യൂത്ത്. അപ്പോൾ പല പുസ്തകങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് പൊളിറ്റിക്കൽ സയൻസിൽ. അപ്പോൾ രാഷ്ട്രമീമാംസയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ ആത്മകഥ, ഏജ് ആൻഡ് യൂത്ത് എന്ന് പറയുന്നൊരു ആത്മകഥയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദ പ്രസൻറ്റ് എക്സ്ട്രാക്ട് ഈസ് ഫ്രം ദ സെക്കൻഡ് സെക്ഷൻ ഓഫ് ദ ബുക്ക് എൻടൈറ്റിൽഡ് വാല്യൂസ് ഓഫ് ലൈഫ്. അപ്പോൾ അദ്ദേഹം എഴുതിയ വേറൊരു പുസ്തകമാണ് ദ വാല്യൂസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അതിലെ ഒന്നാമത്തെ ഭാഗമല്ല നമ്മളിവിടെ പഠിക്കുന്നത്, രണ്ടാമത്തെ ഭാഗത്തിലുള്ള ചെറിയൊരു എസ്സെയാണ് ഇവിടെ പഠിക്കുന്നത്. എ കളക്ഷൻ ഓഫ് എസ്സേസ് മോസ്റ്റ് ഓഫ് വിച്ച് അപ്പിയർഡ് ഇൻ ദ സ്പെക്ടക്ടർ എന്ന് പറയുന്ന മാസികയിൽ വന്നിട്ടുള്ള ഒരുപാട് എസ്സേകളുടെ ഒരു കളക്ഷനാണ് ഈ പറഞ്ഞ ദ വാല്യൂസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇൻ ദിസ് ബുക്ക് ബാർക്കർ ഡിസ്കസ് ദ ബേസിക് വാല്യൂസ് ഓഫ് ലൈഫ് അറ്റ് വേരിയസ് ലെവൽസ്. ഇപ്പോൾ പല നിലകളിലായിട്ട് നമ്മളുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. ഇറ്റ് helps us to understand our duties and responsibilities at home and to family, to society in which we live. അപ്പോൾ നമുക്ക് കുടുംബത്തോടും അതുപോലെ സമൂഹത്തോടും ഉള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നു. ടു ദ കൺട്രി ടു വിച്ച് വി ബിലോങ് ഇൻ എസ് റിലം ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ഇൻ സ്പിരിച്വൽ ഫിയർ. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഓൺ പേരൻസ് ആൻഡ് ചിൽഡ്രൻ ഈസ് എസെൻഷ്യലി എ ഡിസ്കഷൻ ഓഫ് ദ മെറിറ്റ്സ് ആൻഡ് ഡിഫക്ട്സ് ഓഫ് ദ ബോർഡിംഗ് സ്കൂൾ സിസ്റ്റം. അപ്പോൾ ഇതിൽ പേരൻസ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന എസ്സേ ഭാഗത്ത് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് മെരിറ്റ് ആൻഡ് ഡീമെരിറ്റ്. ഏതിൻ്റെ ഡീമെരിറ്റുകളാണ്? ബോർഡിംഗ് സ്കൂൾ സിസ്റ്റത്തിൻ്റെ. ബോർഡിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ താമസിച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന, അവിടെ തന്നെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ സിസ്റ്റമാണല്ലോ ബോർഡിംഗ് സ്കൂൾ സിസ്റ്റം. ആ സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ ഒരു ഭാഗത്ത് നമ്മളോട് ചർച്ച ചെയ്യുന്നത്. ബാർക്കർ കംസ് ടു ദ കൺക്ലൂഷൻ ഹീറ്റ് ദ സിസ്റ്റം ഈസ് ഹാംഫുൾ അലൈക്ക് ടു ദ ചിൽഡ്രൻ ആൻഡ് പേരൻസ്. അപ്പോൾ അദ്ദേഹം ഒരു കൺക്ലൂഷനിൽ എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റം ഹാംഫുൾ ആണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ വളരെയധികം ദോഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്നാണ് അദ്ദേഹം ഇവിടെ പേരൻസിനോടും കുട്ടികളോടും പറയാനുള്ളത്. ഈസ് ഓഫ് ദ വ്യൂ ദാറ്റ് റെസിഡൻഷ്യൽ ലൈഫ് അറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് നോട്ട് കമൻസ് ബിഫോർ ദ യൂണിവേഴ്സിറ്റി സ്റ്റേജ്. അപ്പോൾ താമസിച്ച് പഠിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പഠന സംവിധാനം നമ്മൾ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലെത്തുന്നതിന് മുമ്പ് ആരംഭിക്കരുത് എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സംഗ്രഹം നോക്കാം. ഏണസ്റ്റ് ബാർക്കർ ഗീവ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് എസ്സേ വിച്ച് സിഗ്നിഫൈസ് ദ പേരൻ്റൽ ലവ് ആൻഡ് കെയർ. അപ്പോൾ പേരൻ്റൽ ലവും കെയറിൻ്റെയും പ്രാധാന്യത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സ്നേഹവാത്സല്യങ്ങളുടെ പ്രാധാന്യത്തെ പറ്റിയിട്ട് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നു. ദ കറൻറ്റ് സെനാരിയോ വെൻ ദീസ് കോൺസെപ്റ്റ്സ് ആർ ദ ലെസ് ഇമ്പോർട്ടൻസ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യം കുറഞ്ഞിരിക്കുകയാണ്. ദ എസ്സേ ക്രിയേറ്റ്സ് അവയർനെസ് എമംഗ് ദ പീപ്പിൾ ടു വാല്യൂ ദ ട്രഡീഷൻസ് ആൻഡ് കൾച്ചർ ഓഫ് ദ സൊസൈറ്റി.
അപ്പോൾ ഈ എസ്സേ എന്താണ്, ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എഴുതിയിട്ടുള്ളത്. ട്രഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ട്രഡീഷൻ, നമ്മുടെ പാരമ്പര്യത്തെയും അതുപോലെ നമ്മളുടെ കൾച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് സംസ്കാരത്തെയും പിന്നെന്താണ് സംസാരത്തിൻ്റെയും മൂല്യങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവാനാക്കുക എന്ന രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ടുഡേ പീപ്പിൾ ആർ റണ്ണിങ് അറ്റ് എ റാറ്റ് റേസ് ടു സക്സസ് ആൻഡ് ദേ ഡു നോട്ട് ഹാവ് ടൈം ടു സ്റ്റാൻഡ് ആൻഡ് സ്റ്റെയർ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആളുകൾ വിജയത്തിന് വേണ്ടിയിട്ട് പായുന്ന ഒരു കാലഘട്ടമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പണവും വിജയവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരു വലിയ റാറ്റ് റേസ് നടത്തുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മത്സര ഓട്ടം തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ഥലത്ത് തങ്ങി നിൽക്കാനോ അവിടെയുള്ള പ്രകൃതി ഭംഗിയെ ആസ്വദിക്കാനോ ഒന്നുമുള്ള ഒരു സാഹചര്യം ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പേരൻസ് ആർ ബിസി ആൻഡ് ഡു നോട്ട് കെയർ ദ ചിൽഡ്രൻ. ആളുകൾക്ക് കുട്ടികളെ നോക്കുവാൻ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളെ നോക്കുവാനുള്ള ഒരു സൗമനസ്യം ഉണ്ടാവുന്നില്ല. ഐദർ എ സെർവൻറ്റ് ഓർ എ വാർഡൻ ഹു ടേക്സ് കെയർ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ സാധാരണഗതിയിൽ വാർഡനോ അല്ലെങ്കിൽ സെർവൻ്റൊക്കെയാണ് കുട്ടികളെ എന്ത് ചെയ്ത് പാരൻസിന് പകരമായിട്ട് നോക്കുന്നത്. ഇൻ ദ പ്ലേസ് ഓഫ് പാരൻസ് ദേ ക്യാൻ അറ്റ് മോസ്റ്റ് ഫീഡ് ദെയർ സ്റ്റൊമക്സ് ആൻഡ് ഹെഡ്സ് ബട്ട് നോട്ട് ദെയർ മൈൻഡ്സ് വിച്ച് ലോങ്സ് ഫോർ ലവ് ആൻഡ് കെയർ. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സെർവൻസിന്, അല്ലെങ്കിൽ ഈ പിന്നെന്താണ് ഭൃത്യന്മാർക്കും അതുപോലെ തന്നെ ഈ ആയമാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് അവരുടെ കുട്ടികളുടെ വയറ് നിറച്ച് കൊടുക്കാൻ, ഭക്ഷണം കൊടുത്ത് വയറ് നിറയ്ക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് തലച്ചോറ് നിറയ്ക്കാനും. തലച്ചോറ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള വിവരങ്ങൾ പകർന്നു കൊടുക്കാൻ മാത്രമേ ടീച്ചർമാർക്കും പറ്റുകയുള്ളൂ. പക്ഷേ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സ്നേഹമോ വാത്സല്യമോ നൽകാൻ ഇവർക്ക് സാധിക്കുന്നില്ല. Nowadays it is quite common that parents who need to carry on their busy schedule. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്ക് പിടിച്ച സമയക്രമത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഓരോ മാതാപിതാക്കളും അവരെന്ത് ചെയ്യുന്നത്, മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവരെ അതേസമയം ഈ കുട്ടികളെ ശ്രദ്ധിക്കാൻ എന്ത് ചെയ്യില്ല, തീരെ സമയവുമില്ല. ഈസിലി ഗെറ്റ് റീഡ് ഓഫ് ദെയർ ചിൽഡ്രൻ ബൈ പുട്ടിങ് ദം ഇൻ എക്സ്പെൻസീവ് റെസിഡൻഷ്യൽ സ്കൂൾ. അപ്പോൾ അവർ ഈ കുട്ടികളെ നോക്കുക എന്ന ഭാരത്തിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയിട്ട് കുട്ടികളെ വലിയ റെസിഡൻഷ്യൽ സ്കൂളുകൾ, താമസിച്ച് പഠിക്കുന്ന സ്കൂളുകളിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. വിത്ത് വിച്ച് ദേ ലിമിറ്റ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്. അതോടുകൂടെ കുട്ടികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങളും എന്ത് ചെയ്യുന്നു, വളരെയധികം കുറയുകയാണ് ചെയ്യുന്നത്. വീട്ടിലുള്ളതുപോലെ ഒന്നുമുള്ള ഒരു ഉത്തരവാദിത്തം കുട്ടികൾക്ക് അവിടെ ഉണ്ടാകുന്നില്ല. ഏണസ്റ്റ് ബാർക്കർ ബ്രിങ്സ് ഔട്ട് ദ പ്രോബ്ലം ഓഫ് എഡ്യൂക്കേഷൻ ആസ് എ വൈറ്റൽ പ്രോബ്ലം ഇൻ ദ സൊസൈറ്റി. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ഈ ഒരു പ്രശ്നബാധിതമായ ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് എന്ന് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നു. Parents and children. When vital problem of society of parents and children. When the parents send their children to the day school, they resign them largely and act as parents. അപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ തന്നെ ഈ കുട്ടികളോടുള്ള ബന്ധം ടീച്ചേഴ്സിന് അല്ലെങ്കിൽ പേരൻസിന് തീരെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സ്കൂളിലേക്ക് അയക്കുമ്പോൾ പോലും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവരൊരു പാർട്ട്നേഴ്സിനെ പോലെയാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ അവരുടെ വഴി നമുക്ക് നമ്മളുടെ വഴി എന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് പേരൻസും ചിൽഡ്രനും തമ്മിൽ ഈ കാലഘട്ടത്തിൽ കാണുന്നത്. ദ സൊസൈറ്റി ഓഫ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ചൈൽഡ്. കുട്ടികളെ വളർത്തുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം പേരൻസും അതുപോലെ എന്താണ് ചിൽഡ്രൻ്റെയും പേരൻസ് ആൻഡ് ചിൽഡ്രൻ ടേക്ക് അപ്പ് responsibility of child by giving its own shelter and guide in the form on the name of boarding school. അപ്പോൾ ബോർഡിംഗ് സ്കൂൾ എന്ന് പറയുന്ന പേരിൽ ആണ് ഈ റെസ്പോൺസിബിലിറ്റി ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. By giving its own shelter and guide in the form of name of boarding school. Barker calls out the early years മെത്തേഡ് ഓഫ് മിഡീവൽ ഹാബിറ്റ്. അപ്പോൾ മിഡീവൽ കാലഘട്ടത്തിലുള്ള ഒരു ഹാബിറ്റിനെ പറ്റി അദ്ദേഹം ഇവിടെ വാചാലനാവുകയാണ്. വേർ പേരൻസ് സെൻഡ് ദെയർ ചിൽഡ്രൻ ടു കാസിൽ ഓർ നോബിൾ ഹൗസ്. അവിടെ പേരൻസ് എന്താ ചെയ്യാറുള്ളത്, വലിയ വലിയ കാസിൽ, കൊട്ടാരങ്ങളിലേക്കോ അല്ലെങ്കിൽ നോബിൾ ഹൗസിലേക്കോ കുട്ടികളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത്. അണ്ടിൽ ദ കിഡ് റീച്ചസ് ദ ഏജ് ഓഫ് 14.
14 വയസ്സ് വരെ ഇത്തരത്തിലുള്ള ഗുരുകുലങ്ങളിലാണ് വിദ്യാർത്ഥികൾ പഠനം പൂർത്തിയാക്കുന്നത്. ദ ഓതർ പ്രസൻറ്റഡ് എ ഫ്യൂ കൊട്ടേഷൻസ് ഫ്രം ദ ഇറ്റാലിയൻ റിലേഷൻ ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ ഇറ്റാലിയൻ റിലേഷൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ പുസ്തകത്തിലൊക്കെ ചില കൊട്ടേഷനിലൂടെ അദ്ദേഹം ഈ കാര്യം വ്യക്തമാക്കുന്നു. പിയേഴ്സൺസ് ബുക്ക് ഓൺ നാഷണൽ ലൈഫ് ആൻഡ് ക്യാരക്ടർ ആൻഡ് ദ ടൈനീസ് നോട്ട്സ് ഓൺ ഇംഗ്ലണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുസ്തകങ്ങൾ. ഈ പുസ്തകങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. വിച്ച് ബേക്കർ സ്ട്രെസ്സസ് ആസ് ഫോർമിഡബിൾ ടെസ്റ്റിമോണീസ് pertaining to the education system followed as a custom of parents to send their children to boarding school. അപ്പോൾ ബേർക്കർ സ്ട്രെസ്സസ് ദ ഫോർമിഡബിൾ ടെസ്റ്റിമണീസ്. അപ്പോൾ അതിലുള്ള കുറേ ടെസ്റ്റിമണീസ്, അതിലുള്ള കുറേ കൊട്ടേഷൻസ് അദ്ദേഹം ആളുകളുടെ അനുഭവ കുറിപ്പുകൾ അദ്ദേഹം ഇവിടെ നമ്മളോട് പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം ഫോളോഡ് ആസ് എ കസ്റ്റം ഓഫ് പേരൻസ്. ഇപ്പോൾ കുട്ടികളെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കുക എന്ന് പറയുന്നത് ഒരു കസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഒരു ആചാരമായിട്ട് മാറിയിരിക്കുകയാണ്. A solid argument favoring the system, which Waker reveals in his essay that parents believed the boarding school system would reinforce the growth of their children's mind and body. ഒരു തെറ്റിദ്ധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, ഈ ബോർഡിംഗ് സ്കൂളുകളിൽ കുട്ടികളെ വിട്ടുകഴിഞ്ഞാൽ അവരുടെ മനസ്സും ശരീരവും വളരെയധികം ഉയർച്ച പ്രാപിക്കും അല്ലെങ്കിൽ വളർച്ച പ്രാപിക്കുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട്. ദ പേരൻസ് ഇൻ ദ process of educating and upbringing the children make themselves but guide them through letter. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യുന്നത് ലെറ്ററുകളിലൂടെ, ലെറ്ററുകൾ അയച്ചുകൊണ്ട് അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടൊക്കെയാണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. നേരിട്ട് യാതൊരുവിധ ഇടപെടലുകളും ഈ പറഞ്ഞ പേരൻസിന് അവരുമായിട്ട് ഇല്ല, മാതാപിതാക്കൾക്ക് അവരുമായിട്ടില്ല. Remarking Anatolia, France, Baker claims that walk to school in the streets of Paris itself bring liberal education. അപ്പോൾ സ്കൂളിലേക്ക് നമ്മളുടെ പാരീസിലുള്ള സ്ട്രീറ്റുകളിലൂടെ നടന്നു പോവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സാമൂഹിക പാഠമാണ് എന്ന് അദ്ദേഹം പറയുന്നു. The author puts forth 4 major factors which stand in between the parents and child. കുട്ടികളുടെയും അതുപോലെ മാതാപിതാക്കളുടെയും ഇടയിലുള്ള 4 പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. റബ്സ് ആൻഡ് ഫ്രിക്ഷൻസ്, ചില ഉരസലുകൾ, അതാണ് 2 ഘടകങ്ങളാണ്, റബ്സ് ആൻഡ് ഫ്രിക്ഷൻസ്. കോംപ്ലക്സ് ആൻഡ് ഇൻഹിബിഷൻസ്, ഉൾക്കൊള്ളലുകൾ, കോംപ്ലക്സുകൾ, ഇതൊക്കെയാണ് ഘടകങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്. He states that when parents try to supplant the children with their own instinct, iron and ideas, അപ്പം മർക്കട മുഷ്ടിയോടുകൂടെ അല്ലെങ്കിൽ ഇരുമ്പ് കൈയോടുകൂടെ അവർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഐഡിയകൾ, ആശയങ്ങളോടുകൂടെ ഈ കുട്ടികളുടെ അവരുടെ ജന്മവാസനകളെ മാതാപിതാക്കൾ ഹനിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ദേ വുഡ് ഡെഫിനറ്റ്ലി ഫാൾ ഇൻ മിസ്ഗൈഡൻസ്. അവർ എന്ത് ഉറപ്പായിട്ടും മിസ്ഗൈഡൻസ് അല്ലെങ്കിൽ വഴിതെറ്റിപ്പോവും എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഈവൻ മൈറ്റ് ക്രിയേറ്റ് എ വേഴ്സ് സിറ്റുവേഷൻ എമംഗ് ദം. അവരുടെ ഇടയിൽ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യം സൃഷ്ടിക്കാനും ഇത് കാരണമാകും. കുട്ടികളുടെ സ്വഭാവങ്ങൾ തന്നെ മാറാനുള്ള സാധ്യതകൾ വളരെയധികമാണ് എന്ന് അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബേക്കർ റീഇൻസ്റ്റേറ്റ്സ് ബൈ സ്റ്റേറ്റിംഗ് ചിൽഡ്രൻ മേ ബി ന്യൂയിസൻസ്. അപ്പോൾ അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്, ശരിക്കും എന്താ പറയുന്നത്, കുട്ടികളെന്ന് പറയുന്നത് വളരെ ശല്യം ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ്. ബട്ട് ദേ ആർ ദ നാച്ചുറൽ ബ്രിഡ്ജസ്. പക്ഷേ അവ എന്ന് പറയുന്നത് അവർക്ക് പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ട് അവർക്ക് ലഭ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ ആണ് ഈ ഒരു ന്യൂയിസൻസ് അല്ലെങ്കിൽ ഈ ഒരു ശല്യങ്ങളെന്ന് പറയുന്നത്. വിത്ത് വിച്ച് ദ ഓതർ റിവീൽസ് ദ അതർ പാർട്ട് ഓഫ് ദ ഷീൽഡ്. അപ്പം ഇത് വെച്ചിട്ട് അദ്ദേഹം മറ്റൊരു ഭാഗം കൂടി നമ്മൾ മുന്നിൽ കാണിച്ചു തരികയാണ്. ദേ ആർ സ്റ്റിൻഡിങ് ഓഫ് ഫാമിലി ഇൻകം ആൻഡ് സ്റ്റിൻഡിങ് ഓഫ് ഫാമിലി ലൈഫ് ഇറ്റ് സെൽഫ്. അപ്പോൾ ചെറിയ രീതിയിൽ സ്റ്റിൻഡിങ് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഫാമിലി ഇൻകം അവർ ഉണ്ടാക്കുന്നുണ്ടാകും, അതുപോലെ ചെറിയ രീതിയിലുള്ള ഫാമിലി ലൈഫ് അവർ അവിടെ ഉണ്ടാക്കുന്നുണ്ടാകും. പക്ഷേ അത് വളരെ മൈന്യൂട്ടാണ്, വളരെ കുറവാണെങ്കിലും അത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബേസ്ഡ് ഓൺ ദ 2 സ്റ്റിന്നിങ് എഡ്യൂക്കേഷൻ ബിക്കം ലിബറൽ ഫോർ എ ചൈൽഡ്. ബേസ്ഡ് ഓൺ ദീസ്, അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ടു സ്റ്റിന്നിങ് എഡ്യൂക്കേഷൻ ബിക്കംസ് ലിബറൽ ഫോർ എ ചൈൽഡ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വെൻ ദ നെസസിറ്റി ഓഫ് പേരൻസ് ഫോഴ്സസ് ദം ടു പുട്ട് ദെയർ ചൈൽഡ് ഓൺ ബോർഡ് സ്കൂൾ. അപ്പോൾ അവർ അത്യാവശ്യമാണ്, കുട്ടികളെ വിട്ടാലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പല പരാതികളും പറഞ്ഞുകൊണ്ടാണ് ഈ ബോർഡിംഗ് സ്കൂളിലേക്ക് പേരൻസ് കുട്ടികളെ അയക്കുന്നത്. അങ്ങനെ അയക്കുമ്പോൾ ബേക്കർ കണ്ടംസ് ദാറ്റ്. അപ്പോൾ അദ്ദേഹം അതിനെ അവജ്ഞയോടെ പറയുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അതിനെ പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ്. ഇറ്റ് വുഡ്
സ്കാറ്റർ ദ ഫാമിലി എൻവയോൺമെൻറ്റ്. ഇത് നമ്മളുടെ ഫാമിലി പരിസ്ഥിതി ആണ്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പരിസ്ഥിതിയെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആകെ തകിടം മറിക്കുന്നത്. ഫോർ വിച്ച് ഹി ഇലിസ്ട്രേറ്റ് ദ ടെംപ്റ്റേഷൻ ഓഫ് പാരൻസ് ഇൻ ദ എസ്സേ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയുള്ള പാരൻസിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ മാതാപിതാക്കളുടെ ആ ഒരു ടെംപ്റ്റേഷൻ, അല്ലെങ്കിൽ എന്താണ് പറയുക, അവരുടെ ഒരു ആ ഒരു ചെയ്യണമെന്നുള്ള അവരുടെ ആഗ്രഹം എന്ത് ചെയ്യുന്നു, അതിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഈ ഹാർട്സ് അപ്പ് ദ പോയിന്റ് ദാറ്റ് സ്റ്റാമ്പ് ഓഫ് ദ പബ്ലിക് സ്കൂൾ സെക്യൂർ ഫോർ ദ യങ് മെൻ ടു ഹാവ് ഫ്രീ എൻട്രി ടു ദ ബെസ്റ്റ് സൊസൈറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അതിനോടുകൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് എന്താണ്, പബ്ലിക് സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് യങ് മെൻ, എന്താണ്, യുവാക്കളുടെ ജീവിതത്തിൽ വലിയ ഒരു വ്യത്യാസം വരുത്തുകയും അതവർക്ക് നല്ല ഒരു സാമൂഹ്യ ജീവിതം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദ പേഴ്സണൽ ടെംപ്റ്റേഷൻസ് ഓഫ് ദ പേരൻസ്. അപ്പോൾ ഈ വ്യക്തിപരമായിട്ടുള്ള അവരുടെ പിന്നെ പ്രേരണകൾ, പേരൻസിൻ്റെ അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ പ്രേരണകൾ ആർ ഫൗണ്ട് ടു ബി സാക്രിഫൈസ്ഡ്. അവ എന്ത് ചെയ്യണം, ബലി കൊടുക്കണം, ഫോർ ദ സേക്ക് ഓഫ് ദ എഡ്യൂക്കേറ്റ് ദർ ചിൽഡ്രൻ. കുട്ടികളുടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ആ പിന്നെ പ്രേരണകളെ ബലി കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ബോർഡിംഗ് സ്കൂളിൽ വിടണം എന്നുള്ള നമ്മുടെ പ്രേരണകളെ നമ്മൾ ബലി കൊടുത്തേ മതിയാവുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ പോലും അവയെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് കുട്ടികളെ നല്ല സാമൂഹ്യ ജീവിതങ്ങൾ പഠിക്കുന്ന പൊതു വിദ്യാലയങ്ങളിൽ വിടണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ലേറ്റർ ഹി ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബൈൻഡ് ദ മെൻ ക്ലോസർ. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യൂണിവേഴ്സിറ്റി തലത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓഫേഴ്സ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ബൈൻഡ് മെൻ ക്ലോസർ. അവിടെ വലിയൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വലയം തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ തന്നെ ഇത് ആളുകളെ ഒന്നിച്ച് ചേർക്കാനും സഹായിക്കുന്നു. പുഷിംഗ് ബാക്ക് ഫ്രം യൂണിവേഴ്സിറ്റി ടു പബ്ലിക് സ്കൂൾ. അപ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പബ്ലിക് സ്കൂളുകളിലേക്ക് നോക്കുകയാണെങ്കിൽ, ബാക്ക് ഫ്രം ദ പബ്ലിക് സ്കൂൾ ടു ബ്രോഡിംഗ് പ്രിപ്പറേറ്ററി സ്കൂൾ. അപ്പോൾ അതുപോലെ പബ്ലിക് സ്കൂളിൽ നിന്ന് അതുപോലെ തന്നെ ബോർഡിംഗ് സ്കൂളിലേക്ക് നോക്കുകയാണെങ്കിൽ, ബേക്കർ കൾമിനേറ്റ്സ് ദ എസ്സേ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എന്താണ്, ഈ ഒരു സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ ഈ ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഏറ്റവും കൂടുതൽ ഗുണകരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ബേക്കർ കൺവീനേറ്റ്സ് ദ എസ്സേ ഓൺ പേരൻസ് ആൻഡ് ചിൽഡ്രൻ ദാറ്റ് ഹി അഡ്വൈസസ് ടു പോസ്റ്റ്പോൺ. അപ്പോൾ അദ്ദേഹം ഈ ഒരു എസ്സേ എന്ത് ചെയ്യുന്നു, അവസാനിപ്പിക്കുന്നതിന് ചുരുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഉപദേശത്തോടു കൂടിയാണ്. പോസ്റ്റ്പോൺ ദ ഫ്ലൈയിങ് എവേ ഫ്രം ഫാമിലി ഇൻ ടു ദ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ടിൽ ദ ഡേയ്സ് ഓഫ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി പഠനകാലം വരെ നമ്മൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇത്തരം ബോർഡിംഗ് സ്കൂളുകളിൽ ചേർത്തുനിന്ന് മാറ്റി കുട്ടികളെ എന്ത് ചെയ്യണം, പിന്നെ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ ചേർത്തുന്നത് ഒഴിവാക്കി പരമാവധി പോസ്റ്റ്പോൺ ചെയ്യുക, അല്ലെങ്കിൽ നീട്ടി വെക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ റെസിഗ്നേഷൻ എന്ന് പറയുന്നത് ഗിവിങ് അപ്പ് ഓർ ഫോർ സേക്ക് പ്ലോയ്സ് ജോബ്സ് ആണ്. വെർച്വസോ എന്ന് പറയുന്നത് പേഴ്സൺ വിത്ത് സ്പെഷ്യൽ നോളേജ് ആണ്, ഓർ ടേസ്റ്റ് ഫോർ വർക്ക് ഓർ ആർട്ട് എക്സെട്ര. പൈറ്റീസ് എന്ന് പറയുന്നത് ഇൻ ദ ഓൾഡ് സെൻസ് ദ വേർഡ് ഡ്യൂട്ടീസ് ആണ്. ഡ്യൂട്ടീസിനാണ് പൈറ്റീസ് എന്ന് പറയുന്നത്. ക്യാഷറ്റ് സ്റ്റാമ്പ്, ഡിസ്റ്റിങ്വിഷ് മാർക്കുള്ള സ്റ്റാമ്പ്. അതുപോലെ അബ്നഗേഷൻ എന്ന് പറയുന്നത് റിനൗൺസിങ് സംതിങ്. എങ്കിലും ഇനി അടുത്ത ട്രൂ ഓർ ഫാൾസ് ഓൺ പേരൻസ് ആൻഡ് ചിൽഡ്രൻ ഈസ് എസെൻഷ്യലി ഡിസ്കഷൻ ഓഫ് ദ മെരിറ്റ്സ് ആൻഡ് ഡിഫെക്ട്സ് ഓഫ് ബോർഡിംഗ് സ്കൂൾ സിസ്റ്റം. അത് കറക്റ്റാണ് അല്ലേ, മെരിറ്റ്സ് ആൻഡ് ഡിഫെക്ട്സിനെ പറ്റിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഏണസ്റ്റ് ബർക്കർ ബ്രിങ്സ് ഔട്ട് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആസ് വൈറ്റൽ പ്രോബ്ലം ഇൻ ദ സൊസൈറ്റി ഓഫ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ. സമൂഹത്തിലെ മാതാപിതാക്കളുടെയും കുട്ടികളുടെയും സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൺഎംപ്ലോയ്മെൻ്റ് അല്ല, എന്താണ്, ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെ ന്യൂനതകളാണ്. Anatolia, France. Barker claims that walk to school in streets of Paris itself brings liberal education. ലിബറൽ എഡ്യൂക്കേഷൻ അല്ല ഉണ്ടാക്കുന്നത്, സോഷ്യൽ എഡ്യൂക്കേഷനാണ് അവിടെ കിട്ടുന്നത്. The personal temptations of parents are found to be sacrificed for the sake of educating their children. അപ്പോൾ പേഴ്സണൽ ടെംപ്റ്റേഷൻസ് ഒക്കെ നമ്മൾ മാറ്റണം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട്. പേഴ്സണലായിട്ടുള്ള നമ്മുടെ ടെംപ്റ്റേഷൻസ് ഒഴിവാക്കണം. നമ്മൾ ഫില്ലിങ് ദ ബ്ലാങ്ക്സ് നോക്കിയാൽ, പേരൻസ് സെൻഡ് ദർ ചിൽഡ്രൻ ടു സ്കൂൾ. എന്തുകൊണ്ടാണ്? ദർ റിസെൻഡ് ദം ലാർജ്ലി ആൻഡ് ആക്ട് ആസ് പാർട്ട്നേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ബേക്കർ റീഇൻസ്റ്റേറ്റ് ബൈ ഡാഷ് മേ ബി ഈ ന്യൂസൻസ്. അപ്പം എന്താണ് ന്യൂസൻസ് ആവുക? കുട്ടികൾ, ചിൽഡ്രൻ അല്ലേ, സ്റ്റുഡൻസ് മേ ബി ന്യൂസൻസ് ബട്ട് ദേ ആർ നാച്ചുറൽ ബ്രിഡ്ജസ്. നാച്ചുറൽ ബ്രിഡ്ജാണ് താനും. ആൻറ്റിസിപ്പേറ്റ് ദാറ്റ് ദ ഡാഷ് ഓഫ് ഹൂസ് ഫ്രണ്ട്ഷിപ്പ് ആർ
ബൈൻഡ് മെൻ ക്ലോസർ ഓ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ്. ദ സെക്കൻഡ് സെക്ഷൻ ഓഫ് ദ ബ്ലോക്ക് എൻടൈറ്റിൽഡ് എന്താണ് വെർച്യൂസ് ഓഫ് ലൈഫ്. ഷോർട്ട് ആൻസേഴ്സ് ഉണ്ട്. ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ഓൺ പേരൻസ് ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ടൈറ്റിൽ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ആർ ദ സാക്രിഫൈസ് ദാറ്റ് വാട്ട് സാക്രിഫൈസ് ആർ മെയ്ഡ് ബൈ പേരൻസ് ഫോർ ദെയർ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ. സാക്രിഫൈസ് അവരുടെ ഇത് എന്താണ് ടെംപ്റ്റേഷൻ ഒഴിവാക്കുക, അതാണ് അവരുടെ സാക്രിഫൈസ്. ഡു ദ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡിസൈഡ് യങ് മെൻസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ആളുകൾ എന്താണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത് കുട്ടികളെ വീട്ടിൽ തന്നെ വളർത്തണം, അതുപോലെ തന്നെ പൊതുവിദ്യാലയത്തിൽ ചേർത്തണം എന്നൊക്കെ പറയുന്നത്. ആൻസർ ഇൻ ഡീറ്റെയിൽ. റൈറ്റ് എ സമ്മറി ഓണസ്റ്റ് ബേക്കേഴ്സ് ഓൺ പാരൻസ് ആൻഡ് ചിൽഡ്രൻ. ഒരു സമ്മറി എഴുതിയിട്ടുണ്ടാക്കുക. ബ്രിങ് ഔട്ട് ദ റീസൺ ഫോർ ബേക്കേഴ്സ് വില്ലിംഗ്നെസ് ടു പ്രിഫർ റെസിഡൻഷ്യൽ ഓഫ് ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ യൂണിവേഴ്സിറ്റി ദാൻ ഫാമിലി. അപ്പോൾ ഈ ഫാമിലിക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഇത് എന്താണ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കാഴ്ചവെക്കാനുള്ള കാരണം എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് എല്ലാവർക്കും നന്ദിയിരിക്കുന്നു. ബാക്ക് യു സോൺ. ഗുഡ് ബൈ.